ഫെബ്രുവരി 14 വെള്ളിയാഴ്ച. മാർക്കോസ് 7:31 മുതൽ 37 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം മറ്റൊരു രോഗശാന്തിയുടെ കാര്യമാണ് പറയുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം ബധിരനായ ഒരു മനുഷ്യനാണ്. അയാൾ ബധിരനായിരുന്നു എന്ന് മാത്രമല്ല, അയാൾക്ക് സംസാര വൈകല്യവും ഉണ്ടായിരുന്നു. ആ മനുഷ്യന് ആരുമായും ആശയവിനിമയം നടത്തുന്നത് മിക്കവാറും അസാധ്യമായിരുന്നു. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. ആ മനുഷ്യൻ അല്ല യേശുവിനെ സമീപിച്ചത്. ആ മനുഷ്യൻ്റെ സുഹൃത്തുക്കളാണ് അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവർ ആ മനുഷ്യനെ സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. ചിലർ നമുക്ക് വേണ്ടി പ്രയത്നിക്കുകയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തതിനാലാണ് നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആളുകളാകാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥനകളിലൂടെ നമുക്ക് രോഗികളെ രോഗശാന്തിക്കായി ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ യേശു ആ മനുഷ്യനെ ഉടനടി സുഖപ്പെടുത്തുന്നില്ല. മറിച്ച് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ആ മനുഷ്യൻ്റെ രോഗശാന്തി ഒരു പ്രദർശനം ആക്കി മാറ്റാൻ യേശു ആഗ്രഹിക്കുന്നില്ല. യേശു തന്നെ ഒരു ഷോമാൻ ആകാനും ആഗ്രഹിക്കുന്നില്ല. യേശു സ്നേഹവും കാരുണ്യവുമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ ബധിരനെ വീണ്ടും പൂർണ്ണനാക്കാൻ അവൻ ആഗ്രഹിച്ചു. യേശു അതാണ് ചെയ്തത്. അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് യേശു സ്വർഗത്തിലേക്ക് നോക്കി. എപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. കാരണം പിതാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എഫാത്ത അല്ലെങ്കിൽ തുറക്കപ്പെടട്ടെ, ഈ വാക്കുകളിലൂടെയാണ് യേശു ബധിരരെ കേൾക്കാനും ഊമരെ സംസാരിക്കാനും സഹായിച്ചത്. വിശ്വാസത്തോടെ യേശുവിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ മഹത്വവും കരുണയും മറ്റുള്ളവരിലേക്ക് പകരാനും നമ്മുടെ വായ തുറക്കാനും കഴിയേണ്ടതിന് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ പലപ്പോഴും നാം ബധിരരാണ്. മാനസാന്തരപ്പെടാനും അവനിലേക്ക് മടങ്ങാനും ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ നിശബ്ദത പാലിക്കുന്നു. മറ്റുള്ളവരോട് ദൈവവചനം സംസാരിക്കാനോ നമ്മോടുള്ള ദൈവത്തിൻ്റെ ഔദാര്യത്തിന് സാക്ഷ്യം വഹിക്കാനോ പോലും നമുക്ക് കഴിയാറില്ല. ആത്മീയ സംസാര തടസ്സം എന്ന ഒരു കാര്യം പലർക്കുമുണ്ട്. യേശുവിൻ്റെ എല്ലാ അനുയായികൾക്കും രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് വ്യക്തമായി മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയണം. എന്താണ് നമ്മുടെ തടസ്സം? നമ്മുടെ ജീവിതത്തിൽ എന്തിൽ നിന്നാണ് നാം സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മെ വീണ്ടും സമ്പൂർണ്ണമാക്കാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ രോഗങ്ങളും യേശുവിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യവും വിശ്വാസവും നമുക്കുണ്ടോ? യേശു നമ്മെ സുഖപ്പെടുത്തും എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അത് അനുഭവിക്കപ്പെട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, യേശുവുള്ള നമ്മുടെ വിശ്വാസം ഇന്ന് നമുക്ക് ഏറ്റുപറയാം. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിനോട് യാചിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.